ഹലോ എവ്രി വൺ. നമുക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് ഒരു മുടക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലിരിക്കാനാണോ ഇഷ്ടം, അത് എവിടേക്കെങ്കിലുമൊക്കെ യാത്ര പോകാനാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു ലോങ് ഡ്രൈവാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ മുടക്കിന് നമ്മൾ അബഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഈ സ്ഥലത്തേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോകണമെന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് വളരെ നല്ലതായതുകൊണ്ട് ഈ ചൂടിൽ നിന്ന് ഒരു രക്ഷ നേടാം, നല്ല ഡ്രൈവൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. ഈ കാണുന്നത് ഒരു മുങ്ങിപ്പോയ കപ്പലിൻ്റെ അവശിഷ്ടമാണ്. സൗദി അറേബ്യയിൽ 2 സങ്കൻ ഷിപ്പാണ് ഉള്ളത്. ഈ കാണുന്നത് അൽ ഫഹദ് സങ്കൻ ഷിപ്പാണ്. ഇത് 1966 നെതർലാൻഡിൽ ഉണ്ടാക്കി അവിടെ യൂസ് ചെയ്തിരുന്ന ഒരു ഷിപ്പായിരുന്നു. എന്നിട്ട് അത് 1986 സൗദിയിലേക്കും ഈജിപ്തിലേക്കും വേണ്ടിയിട്ട് സോൾഡ് ചെയ്തു. അപ്പോൾ റെഡ് സീയിൽ കൂടെ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഷിപ്പായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിന് വേറെ ടയർ സംഭവിച്ചു. ഒരു 2004 ഒക്കെ ആയപ്പോഴേക്കും എഞ്ചിനൊക്കെ നാശമായിട്ട് ഇതിങ്ങനെ ഒരു അബാൻഡൻ ഷിപ്പായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയ പേടി തോന്നും. 32 വർഷമായിട്ട് മുങ്ങിപ്പോയ കപ്പലായതുകൊണ്ട് ഇതിനെ ലോക്കലി ടൈറ്റാനിക് എന്നും വിളിക്കാറുണ്ട്. അവിടെ നിന്ന് നമ്മൾ പിന്നെ യാത്ര തുടർന്നു. പോണ വഴിക്ക് ഈ മണൽക്കൂമ്പാരത്തിൽ പിള്ളേരൊക്കെ ഇറങ്ങി കളിക്കുന്നത് കണ്ടു. അത് അത്ര സേഫായിട്ട് തോന്നിയില്ല, കാരണം ഇവിടെ നല്ല പാമ്പുകൾ ഉണ്ടാവും. പണ്ടൊക്കെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ പെട്ടെന്ന് വയ്യാണ്ടാവുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നേ പിന്നെ ലോങ് ഡ്രൈവ് ഒക്കെ വളരെയധികം എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. നല്ല രസമുള്ള മല, ഒരു വെറൈറ്റി മല കിട്ടണില്ല. പക്ഷെ ഇതിന്റെ വലിപ്പറിയില്ല. ഇവിടെ എന്തോ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറെ വീട്. നമ്മളിങ്ങനെ പോണ വഴിക്ക് മലയുടെ മേലെ ഏൻഷ്യൻ സിവിലൈസേഷൻ്റെ കുറേ അവശേഷിപ്പുകൾ കാണാൻ പറ്റി. അതിൻ്റെ അടുത്ത പുറത്തായിട്ട് തന്നെ പുതിയ പുതിയ വീടുകളും കാണാനായിട്ട് പറ്റും. അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ നമുക്ക് എപ്പോൾ കണ്ടാലും സന്തോഷം തോന്നുന്ന സൺസെറ്റും കണ്ടു. ഫുള്ള് പുറത്ത്. ശരിക്കും നല്ലൊരു പെയിൻറ്റിങ് പോലെ ഉണ്ടായിരുന്നു സൺസെറ്റ് കാണാനായിട്ട്. നമ്മുടെ മനസ്സിൽ മലയുടെ ഉള്ളിൽ നിന്ന് ഉദിച്ചു വരുന്ന സൂര്യനല്ലേ ഇത്, പക്ഷെ മലയുടെ ഉള്ളിൽ അസ്തമിക്കണ സൂര്യനായിരുന്നു. നമ്മളും സൂര്യനും തമ്മിൽ ചെറിയൊരു ഒളിച്ചുകളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എന്നെ നല്ലോണം വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കണ പോലെ നല്ല ഭംഗിയിൽ സൂര്യനെ കാണാനായിട്ട് കിട്ടി. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടി കയറിയ സ്ഥലമാണിത്. ടോയ്ലറ്റ് മാത്രം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഫുഡും വാങ്ങിച്ചു. ഇത് ഇവിടുത്തെ ഒരു കൾച്ചറാണ് ഈ താഴെ ഇരുന്ന് കഴിക്കുന്നത്. ശരിയാ, ഇവിടൊക്കെ ഇരുന്ന് കഴിക്കുന്ന നല്ല വൈബായിന് അല്ലേ. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു അത്. പക്ഷെ ഫാമിലിക്ക് പറ്റിയതാണോ നമുക്ക് അത്ര ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങുകയാണ് ചെയ്തത്. അതിരിക്കാനുള്ള സ്ഥലാ. ഓ, കുഷ്യനൊന്നും വെച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ. നല്ല രസമുണ്ട്. ഞാൻ ഈ വഴി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എനിക്കൊരു കണ്ടുപരിചയം തോന്നണില്ല.
പിന്നെ നമ്മൾ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുകയായി. അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോ പിൻകിന്നരൻ. തണവ് അന്വേഷിച്ച് നമ്മൾ അഭിയിലേക്ക് വന്നപ്പോൾ അവിടെ വലിയ തണവൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അറിയാത്ത അറബിയും ചെറുതായിട്ട് അറിയണ ഹിന്ദിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു റൂം സെറ്റ് ചെയ്തു. ഇന്നിനി ഫുള്ള് റെസ്റ്റാണ്. നാളെയാണ് സ്ഥലങ്ങൾ കാണാൻ പോണത്. ചെറിയൊരു മിനി കൊടൈക്കനാൽ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സൗദി അറേബ്യയിലത്തെ മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. താങ്ക്